വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വർക്കിനെ കുറിച്ചിട്ടായിരുന്നു. ഇനി എനർജി എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സാധാരണ ടയേർഡ്, ക്ഷീണം വരാറില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈസിൻറ്റ് ഇറ്റ് ബിക്കോസ് വി യൂട്ടിലൈസ് എനർജി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി ഉപയോഗിക്കുന്നത് കൊണ്ടല്ലേ ക്ഷീണം വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ എനർജി ആൻഡ് വർക്ക്? എനർജിയും അതായത് ഊർജവും വർക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ എനർജി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എനർജിയെ കുറിച്ച്. റൈറ്റ് ഡൗൺ എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി യു ആർ ഫെമിലിയർ വിത്ത്. നിങ്ങൾക്ക് പരിചിതമായ ഫോംസ് ഓഫ് എനർജി, ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജം. മെക്കാനിക്കൽ എനർജി, ഇതിൽ മെക്കാനിക്കൽ എനർജിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയി ഇപ്പൊ പഠിക്കാനുണ്ട്. പിന്നെയോ ഹീറ്റ് എനർജി, താപോർജം. ലൈറ്റ് എനർജി ഉണ്ട്, പ്രകാശോർജം. Are in these the different forms of energy that are used to do work? Okay, ഇത്തരം വിവിധ എനർജി ഫോംസ് ഉപയോഗിച്ച് നമുക്ക് എന്താക്കാം, വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച്, വൈദ്യുതോർജം ഉപയോഗിച്ച് നമ്മൾ എന്താക്കുന്നത്, ഫാനൊക്കെ കറക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എനർജി എന്ന് ചോദ്യം വെച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം എഴുതണം? എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി, കഴിവാണ് എനർജി. എനർജി ഈസ് the ability to do work. വർക്ക് ചെയ്യാനുള്ള കഴിവാണ് എനർജി. In which unit is the quantity of energy expressed? എനർജി, ഊർജം എന്നത് ഏത് യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നത് എന്ന്. The SI unit of energy is joule. ഓക്കെ, എന്താണ് ജൂൾ? ഈ ജൂൾ തന്നെയല്ലേ നമ്മുടെ വർക്കിന്റെ യൂണിറ്റ് ആയിട്ട് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എനർജി ദാറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു വർക്ക് വെൻ വി ഡു ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. അതായത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ വർക്കായിട്ട് മാറുന്നത് എനർജി തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എനർജിക്കും വർക്കിനും ഒരേ യൂണിറ്റ് വരുന്നത് അല്ലേ. SI യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ജൂൾ ആണ്. എന്നാൽ ഫോർ ഇൻഡിക്കേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് എനർജി ഇൻ ദ ഫുഡ്, ഭക്ഷണ പദാർത്ഥങ്ങളിലെ എനർജിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. അതാണ് കിലോ കലോറി. അങ്ങനെയാണെങ്കിൽ ഈ ജൂൾ എന്ന യൂണിറ്റും ഈ കലോറി എന്ന യൂണിറ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവുമല്ലോ. ആ റിലേഷൻ ആണ് 1 കലോറി എന്ന് പറഞ്ഞാൽ 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ. ഓക്കെ, 1 കലോറി എന്ന് വെച്ചാൽ 4.2 ജൂൾ ആണ്. ഇത് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 1000 കലോറി ചേർന്നാലാണ് 1 കിലോ കലോറി ആവുന്നത്. ഈ കിലോ എന്ന വാക്ക് ഓക്കെ, നമ്മൾ എന്താണ് 1000 മടങ്ങ് എന്നതിനാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ 1000 കലോറി ചേർന്നാലാണ് 1 കിലോ കലോറി ആവുന്നത്. അങ്ങനെ നമുക്ക് 1 കിലോ കലോറി ഈസ് ഈക്വൽ ടു ഈ 4.2 ജൂളിന്റെ 1000 മടങ്ങ് എന്താണ്? 4200 ജൂൾ എന്ന് പറയാം. എന്താണ്? 1 കിലോ കലോറി ഈസ് ഈക്വൽ ടു 4200 ജൂൾ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ക്വാണ്ടിറ്റി ഓഫ് എനർജി കണ്ടെയ്ൻഡ് ഇൻ എ റൈപ്പ് മാംഗോ ഈസ് അപ്രോക്സിമേറ്റ്ലി 840 കിലോ ജൂൾ. എന്താണ്? ഒരു പഴുത്ത മാങ്ങയിലുള്ള എനർജി ഏകദേശം 840 കിലോ ജൂൾ ആണ്. ഇതിനെ കലോറി എന്ന യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ റിലേഷൻ ഉപയോഗിക്കണം. നമുക്കറിയുന്ന റിലേഷൻ എന്താണ്? 1 കലോറി എന്ന് വെച്ചാൽ 4.2 ജൂൾ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ 1 ജൂൾ എന്നതിന് എന്ത് പറയാം? 1 ഡിവൈഡഡ് ബൈ 4.2 കലോറി എന്ന് പറയാം. ഓക്കെ, എന്താണ് 1 ജൂൾ എന്ന് വെച്ചാൽ 1 ഡിവൈഡഡ് ബൈ 4.2 കലോറി എന്ന് പറയാം. ഇവിടെ എത്ര ജൂളിനെയാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കലോറിയിലേക്ക്? 840 കിലോ ജൂളിനെയാണ്. ഓക്കെ, ഇപ്പൊ 840 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഒരു 3 പൂജ്യം കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് പറയാം? 8,40,000 ജൂൾ എന്ന് പറയാം. ഇപ്പൊ ജൂൾ എന്ന യൂണിറ്റിലേക്ക് മാറ്റി. ഓക്കെ, ഈ 1 ജൂളിനെ കലോറിയിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്തു? 1നെ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 8,40,000 ജൂളിനെ കലോറിയിലേക്ക് മാറ്റണമെങ്കിൽ 8,40,000 നമ്മൾ എന്ത് ചെയ്യണം? 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായി? താഴെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പോയിന്റ് മാറിയിട്ട് പോയിന്റ് ഒരു സംഖ്യ ഇപ്പുറത്തേക്ക് നീങ്ങിട്ട് 42 എന്ന് കിട്ടിയല്ലോ. അങ്ങനെ താഴെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മേലെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു 0 എക്സ്ട്രാ വന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ എത്ര പൂജ്യം ഉള്ളത്? ഇവിടെ 4 പൂജ്യമാണുള്ളത്. അപ്പൊ മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 2 3 4 5 പൂജ്യം, ഒരു പൂജ്യം എക്സ്ട്രാ ആവുന്നു. താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? ഈ പോയിന്റ് ഒരു സംഖ്യ ഇപ്പുറത്തേക്ക് നീങ്ങി. അപ്പൊ 4.2 പകരം 42 ആയി. ഇനി ഇതെന്താണ്? ഡിവൈഡ് ചെയ്യണം. ഈ 42 കൊണ്ടോ 84 കൊണ്ടോ
42ന്റെ ഇരട്ടി അല്ലേ, ഡബിൾ അല്ലേ 84, 42 പ്ലസ് 42 അല്ലേ 84. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 42ൽ എത്ര 42 ഉണ്ട് അറിയാം, ഒരു 42 അല്ലെ. 84ൽ എത്ര 42 ഉണ്ട്, 2 42. ഓക്കെ, അപ്പൊ രണ്ടും പിന്നെ എത്ര 5 0, അപ്പൊ എത്ര 2 lakh കലോറി. എന്താണ് നമ്മുടെ ഉത്തരം. എന്താണ് കലോറി എന്ന യൂണിറ്റിൽ പറയാൻ പറഞ്ഞില്ല, അതിന്റെ ഉത്തരം എന്താണ് 2 lakh കലോറി. ഇനി അഥവാ ഇത് കിലോ കലോറി എന്ന യൂണിറ്റിലാണ് പറയാൻ പറഞ്ഞതെങ്കിലോ, ഈ 3 പൂജ്യത്തിന് കണക്കായിട്ട് എനിക്കിവിടെ കിലോ എന്ന ഒരു സിമ്പിൾ കൊടുത്താണ്, അപ്പൊ ബാക്കി 200 കിലോ കലോറി എന്ന് പറയാം. ഓക്കെ, among the different forms of energy, let's examine mechanical energy in more detail. നമ്മൾ കുറെ ഫോംസ് ഓഫ് എനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിൽ മെക്കാനിക്കൽ എനർജി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെന്ന് പറഞ്ഞു, അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. മെക്കാനിക്കൽ എനർജിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Mechanical energy is the energy that objects acquire by virtue of their motion, position or configuration എന്ന് പറയാം. അതാണ് മെക്കാനിക്കൽ എനർജി is the energy that object acquires by virtue of their motion, position or configuration. മോഷൻ എന്ന് പറഞ്ഞാൽ ചലനം, പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനം, കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിന്യാസം അല്ലെങ്കിൽ ക്രമീകരണം എന്നൊക്കെ പറയാം. ഇവിടെ കണ്ടോ, ഈ അമ്പും വില്ലും കണ്ടോ, ഇതൊരു പ്രത്യേക രീതിയിലല്ലേ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം രീതിയാണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. തൽക്കാലം ഇത്ര പറഞ്ഞോ. ബൈ വെർച്യൂ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ കാരണം, അതായത് മോഷൻ കാരണമോ പൊസിഷൻ കാരണമോ കോൺഫിഗറേഷൻ കാരണമോ ഒക്കെ ഒബ്ജക്റ്റുകൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് എന്ത്, മെക്കാനിക്കൽ എനർജി. ഇങ്ങനെ പഠിക്കുക, മെക്കാനിക്കൽ എനർജി ഇസ് ദ എനർജി ദാറ്റ് ഒബ്ജക്ട്സ് അക്വയർ ബൈ വെർച്യൂ ഓഫ്, എന്താണ്, ബൈ വെർച്യൂ ഓഫ് ദയർ മോഷൻ, പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. മോഷൻ കാരണം, പൊസിഷൻ കാരണം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ കാരണം ഒബ്ജക്ട്സിന് ലഭിക്കുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. ഈ മെക്കാനിക്കൽ എനർജി 2 ടൈപ്പ് ഉണ്ട്, അതാണ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. നമ്മൾ പറഞ്ഞു മോഷൻ കാരണോ പൊസിഷൻ കാരണോ കോൺഫിഗറേഷൻ കാരണോ എന്നാണല്ലോ പറഞ്ഞത്. ഈ മോഷൻ കാരണം കിട്ടുന്ന എനർജിയാണെന്ത്, ഈ കൈനറ്റിക് എനർജി പറയുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ബാക്കി രണ്ടെണ്ണം കാരണം കിട്ടുന്ന എനർജി ആയിരിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കിക്കോ, പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ച് ആദ്യം പറയുന്നത്. ഓക്കെ, നോട്ട് ദ ആരോ ആൻഡ് ദ ടോയ് കാർ ഇൻ ദ ഇമേജസ്. എന്തൊക്കെയാണ് ഈ 2 ചിത്രം നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ആരോ ആൻഡ് ടോയ് കാർ. വാട്ട് ഈസ് പെക്യുലിയർ അബൌട്ട് ദെയർ പൊസിഷൻസ്. ഇവയുടെ പ്രത്യേകത എന്താണ്, അങ്ങനെ ഞാൻ ചോദിച്ചില്ല അല്ലെ. എന്താണ് ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. കാർ എന്നത് കുറച്ച് ഉയർന്ന സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. What would happen if the arrow from the arched bow and the car at a height are released? എന്താണ്, ഈ ആർച്ച്ഡ് ബോയിൽ നിന്ന് നമ്മൾ ഈ ആരോ വിടുകയാണെങ്കിൽ, ഓക്കെ, എന്ത് ചെയ്യും, ആരോ മുന്നോട്ട് കുതിക്കും. ഈ ഉയർന്ന പൊസിഷനിൽ നിന്ന് ഈ കാറിനെ നമ്മൾ വിടുകയാണെങ്കിലോ, ഇത് താഴോട്ട് കുതിക്കും അല്ലെ. ഇപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്, where does the energy for the arrow to move come from? എവിടുന്നാണ് ആരോ ടു മൂവ്, ഈ ആരോയ്ക്ക് ചലിക്കാൻ ആവശ്യമായ എനർജി ലഭിച്ചത്? അതിന്റെ ഈ ഒരു പൊസിഷൻ അല്ല, ഈ ഒരു കോൺഫിഗറേഷൻ കാരണമാണ്. ഓക്കെ, പ്രത്യേക രീതിയിലാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുണ്ടായത്. അത് കാരണമാണ് ഈ ആരോക്ക് എനർജി വന്നത്. എന്താണ്, ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് കോൺഫിഗറേഷൻ എന്ന് പറയാം. ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കോൺഫിഗറേഷൻ. ഓക്കെ, ഇതൊരു കോൺഫിഗറേഷൻ ആണ്. വേർ ഡസ് ദ എനർജി ഫോർ ദ ആരോ ടു മൂവ് കം ഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് കോൺഫിഗറേഷൻ എന്ന് പറയാം. ഇവിടെ കണ്ടോ, ഈസ് ഇൻ ദ യുണീക്ക് കോൺഫിഗറേഷൻ. എന്താണ് യുണീക്ക് കോൺഫിഗറേഷൻ? കോസ്ഡ് ബൈ ദ ടെൻഷൻ ഓൺ ദ സ്ട്രിങ് ആൻഡ് ദ ആർച്ച്ഡ് ബോ ഗിവ് ദ ആരോ ഇസ് എനർജി. എന്താണ്, ഇതിന് യുണീക്ക്, ഒരു പ്രത്യേകമായ ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. ഓക്കെ, ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പൊ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻ, സ്പെഷ്യൽ കോൺഫിഗറേഷൻ ആണ് കോസ്ഡ് ബൈ ദ ടെൻഷൻ ഓൺ ദ സ്ട്രിങ് ആൻഡ് ആർച്ച്ഡ് ബോ. സ്ട്രിങ് പറഞ്ഞാൽ ഞാൻ എന്ന് പറയും. ഇതിന്റെയും ഈ ബോ ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ബോ ഉണ്ടല്ലോ, ആർച്ച്ഡ് ബോ, ഇതിലും എന്താണ്, ഒരു ടെൻഷൻ, ഒരു വലിവ് ബലമുണ്ട്. ഓക്കെ, അപ്പൊ അതാണ്, ആ ഒരു എനർജിയാണ് ഈ ആരോയ്ക്ക് മുന്നോട്ട് കുതിക്കാനുള്ള എനർജി കൊടുത്തത്. അതാണ് പറഞ്ഞത് ഇറ്റ് ഈസ് ദ ചോദ്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ഇത് തന്നെയാണ്, ദ യുണീക്ക് കോൺഫിഗറേഷൻ. ആ പ്രത്യേകമായ ഒരു കോൺഫിഗറേഷൻ കോസ്ഡ് ബൈ ദ സ്ട്രിങ് ഓൺ കോസ്ഡ് ബൈ ദ ടെൻഷൻ ഓൺ ദ സ്ട്രിങ് ആൻഡ് ദ ആർച്ച്ഡ് ബോ. ഇതിലും ഈ സ്ട്രിങ്ങിലും ആർച്ച്ഡ് ബോയിലുള്ള ടെൻഷൻ ആണ് ആരോയ്ക്ക്
എനർജി കൊടുത്തത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിലോ ഹൗ ഡസ് ദ ടോയ് കാർ ഗെറ്റ് എനർജി ടു മൂവ്? ഇവിടുന്ന് കൈവിട്ടാൽ ഈ ടോയ് കാർ മുന്നോട്ട് നീങ്ങുന്നു. ഇതിനെങ്ങനെയാണ് ഊർജ്ജം കിട്ടിയതെന്ന് ചോദിച്ചത്. ഈസിന്റ് ഇറ്റ് ഡ്യൂ ടു ദ പൊസിഷൻ ഓഫ് ദ കാർ? ഇതിന്റെ പൊസിഷൻ അല്ലെ, കുറച്ച് ഉയർന്ന പൊസിഷനിലായത് ഉണ്ടായത്. അപ്പൊ ഈസിന്റ് ഇറ്റ് ഡ്യൂ ടു ദ പൊസിഷൻ ഓഫ് ദ കാർ എന്നാണ്. ആ പൊസിഷൻ കാരണമല്ലേ അതിന് മുന്നോട്ട് പോകാൻ ഊർജ്ജം കിട്ടി. അപ്പൊ ഇതെന്താണ്? ഹൗ ഡസ് ദ ടോയ് കാർ ഗെറ്റ് എനർജി ടു മൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂ ടു ദ പൊസിഷൻ ഓഫ് ദ കാർ എന്നാണ് ഉത്തരം. ഓക്കെ, ആ പൊസിഷൻ കാരണം. അങ്ങനെയാണ് ഇവിടെ എന്തൊക്കെ പറഞ്ഞു? കോൺഫിഗറേഷൻ കാരണവും പൊസിഷൻ കാരണവും അതിന്റെ അല്ലെ. കോൺഫിഗറേഷനും ഇത് ഫസ്റ്റ് ചിത്രം, പിന്നെ പൊസിഷൻ സെക്കൻഡ് ചിത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഡിഡിൻ ദീസ് ഒബ്ജക്ട്സ് ഗെറ്റ് എനർജി ഡ്യൂ ടു ദെയർ പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ? അതിന്റെ ആ സ്ഥാനം, ആ ഉയർന്ന സ്ഥാനങ്ങളുള്ള ആ ഒരു അപ്പോൾ കിട്ടുന്ന എനർജി, അതും കൂടാതെ അതിന്റെ കോൺഫിഗറേഷൻ, അതിന്റെ പ്രത്യേകമായൊരു ക്രമീകരണം കാരണമല്ലേ ഇവിടെ വസ്തുക്കൾക്ക് എനർജി കിട്ടിയത്. സച്ച് എനർജി ഈസ് പൊട്ടൻഷ്യൽ എനർജി. ഇത്തരം എനർജിയെ പറയുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഇത് എഴുതിയാൽ മതി. പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ദ ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സിന് ഉണ്ടാകുന്ന എനർജി ഡ്യൂ ടു, എന്ത് കാരണമാണ്? ഡ്യൂ ടു ദെയർ പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. പൊസിഷൻ കാരണമോ കോൺഫിഗറേഷൻ കാരണമോ കിട്ടുന്ന എനർജിയാണ്, ഒബ്ജക്ട്സിന് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇങ്ങനെ തന്നെ പഠിച്ചോ. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓഫ് ടു ടൈപ്സ്. രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ, പൊസിഷൻ കാരണം, ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ. ഓക്കെ, ഇവിടെ കണ്ടോ, ക്ലാസിഫൈ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് സ്യൂട്ടബിളി ഓൺ ദ ബേസിസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി അക്വയർഡ്. 4 ചിത്രങ്ങളുണ്ട്. ഇവിടെ 4ലും ഈ പദാർത്ഥങ്ങൾക്ക് അല്ലെങ്കിൽ വസ്തുക്കൾക്ക്, ഈ ആളുകൾ, ഇവർക്ക് എന്താണ്? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് എന്ത് പൊട്ടൻഷ്യൽ എനർജിയാണ് എന്നാണ് ചോദിച്ചത്. അതായത് ഡ്യൂ ടു പൊസിഷൻ ആണോ ഓർ ഡ്യൂ ടു കോൺഫിഗറേഷൻ ആണോ ചോദ്യം. ഒന്നാമത്തെ ചിത്രം നോക്കിയേ. ഈ എനർജി പൊസസ്ഡ് ബൈ എ കോക്കനട്ട് ഓൺ എ കോക്കനട്ട് ട്രീ. ഒരു കോക്കനട്ട് ട്രീയിൽ കോക്കനട്ട് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു അല്ലെ. അപ്പൊ പൊസിഷൻ, ഇതിന്റെ പൊസിഷൻ ആണല്ലോ ഇതിന് പൊട്ടൻഷ്യൽ എനർജി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇതെന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ആണ്. ഇത് ഇവിടെ എഴുതാം. പൊട്ടൻഷ്യൽ എനർജി പൊസസ്ഡ് ബൈ എ കോക്കനട്ട് ഓൺ എ കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു പൊസിഷൻ ആണ്. രണ്ടാമത്തത്, ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തിട്ട് ഒരു പ്രത്യേകമായ ക്രമീകരണം, കോൺഫിഗറേഷൻ ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ എ കംപ്രസ്ഡ് സ്പ്രിങ് എന്ന് വെച്ചാൽ അതെന്താണ്? ഡ്യൂ ടു കോൺഫിഗറേഷൻ ആണ്. ഈ വാട്ടർ ടാങ്കിൽ വാട്ടർ ഉള്ളതോ? എനർജി പൊസസ്ഡ് ബൈ ദ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ടാങ്ക് അല്ലെ. ഉയരങ്ങളിലുള്ള വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം താഴേക്ക് ശക്തിയായിട്ട് ഒഴുകുന്നു. അപ്പൊ ഇതിന്റെ സ്ഥാനം കാരണമാണ് ഇതിനെന്താണ്? ഒരു എനർജി ലഭിക്കുന്നത്. സവിശേഷമായ ക്രമീകരണം ഒന്നും അല്ലല്ലോ. സാധാരണ നമുക്ക് എന്ത് പറയാം? ഇതിന് സ്ഥാനം കാരണം, പൊസിഷൻ കാരണം എന്ന് പറയാം. അതുകൊണ്ട് ഇത് എവിടെ എഴുതാം? ഇവിടെ കണ്ടോ, എനർജി പൊസസ്ഡ് ബൈ ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ടാങ്ക് എന്നാൽ ഡ്യൂ ടു പൊസിഷൻ ആണ്. ഇവിടെയോ എനർജി ഇൻ ദ പോൾ ഡ്യൂ ടു ഇസ് ബെൻഡിങ് ഡ്യൂറിങ് പോൾ വോൾട്ട് ജമ്പ്. അതായത് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു വടി ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ സ്റ്റോർ ചെയ്ത ഈ എനർജി എന്താണ്? ഇവർക്ക് മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ട്, ചാടാൻ വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ പ്രത്യേകമായ രീതിയിലല്ല ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഈ പോൾ. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഡ്യൂ ടു കോൺഫിഗറേഷൻ ആണ് ഇതിന് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ കാര്യം മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതുക കേട്ടോ. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജക്ട് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ? പൊസിഷൻ കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി, അതായത് നിശ്ചിത ഉയരത്തിലുള്ള ഒരു വസ്തുക്കൾക്കുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതാണ് നമ്മൾ പഠിക്കുന്നത്. ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് ദ കോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. അതായത് ഇത് അറിയാമെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു വസ്തു ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു വസ്തു ഉണ്ട്. ഇവിടെ ഒരു ഹൈറ്റ്, ഒരു തൂണ്, ഓക്കെ, ഒരു പില്ലർ ഉണ്ട് ഇവിടെ വെച്ചോ. അപ്പൊ ഇതിനെ നമ്മൾ എന്താണ്? ഈ ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുവച്ചു. അപ്പൊ നമ്മൾ ഏത് ഫോഴ്സിനെതിരാണ് വർക്ക് ചെയ്യുന്നത്? താഴേക്കുള്ള ഗ്രാവിറ്റിക്ക് എതിരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എത്ര വർക്ക് ഇവിടെ ചെയ്തു എന്ന ആ വർക്ക് തന്നെയാണ് ഇവിടെയുള്ള ഈ വസ്തു ഇവിടെ ആയിരിക്കുമ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ വന്നുകൊണ്ട് mgh. ഓക്കെ, ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മുകളിലേക്ക് ഫോഴ്സ് പ്രയോഗിച്ച് ഒരു വസ്തുവിനെ h ഉയരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു അതിന് ചെയ്യേണ്ട വർക്ക് m ഗുണിക്കണം g. ഓക്കെ, mgh ആണെന്ന് പറഞ്ഞു. m ടൈംസ് g ടൈംസ് h അല്ലെ. അങ്ങനെയാണെങ്കിൽ അതേ എനർജിയാണ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The potential energy due to its position is equal to the quantity of work done
ഓൺ ദ ഒബ്ജക്ട് എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. നേരത്തെ പറഞ്ഞ ആ കാര്യമാണ് ഇവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതേ എക്സ്പ്രഷൻ വന്നത്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇ പി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇ പി എന്ന സിമ്പിൾ ഉപയോഗിക്കുക. പൊട്ടൻഷ്യൽ എനർജി ഇ പി എന്ന് വെച്ചാൽ എം ജി എച്ച് ആണ്. എം ടൈംസ് ജി ടൈംസ് എച്ച്. ഓക്കെ, എം ടൈംസ് അതായത് എം മൾട്ടിപ്ലൈഡ് ബൈ ജി മൾട്ടിപ്ലൈഡ് ബൈ എച്ച് അങ്ങനെ വരും. ഓക്കെ, ഹിയർ എം ഈസ് ദ മാസ്. ഈ എക്സ്പ്രഷനിൽ എം ജി എച്ച് എന്ന എക്സ്പ്രഷനിൽ എം എന്ന് വെച്ചാൽ മാസ് ആണ്, എന്ന് വെച്ചാൽ ഹൈറ്റ് ആണ്, ജി എന്ന് വെച്ചാൽ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് നിങ്ങൾ പലപ്പോഴും ആയിട്ട് പ്രോബ്ലംസിൽ എടുക്കാറുണ്ട് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ കണ്ടോളൂ. An object of mass 50 kilogram is lifted to a height 8 meter from the ground. ഗ്രൗണ്ടിൽ നിന്ന് 50 കിലോഗ്രാം മാസ് ഉള്ള ഒബ്ജക്റ്റിനെ 8 മീറ്റർ ഉയരത്തിലേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്തു. എവിടുന്ന്? ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇസ് പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട്? ഈ ഗ്രൗണ്ടിലായിരിക്കുമ്പോൾ ആ വസ്തുവിന് എത്രയായിരുന്നു പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ചോദ്യം. ഉത്തരം കണ്ടോ. ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഗ്രൗണ്ട് ലെവൽ ഈസ് യൂഷ്വലി അസ്യൂംഡ് ആസ് സീറോ. അതായത് ഗ്രൗണ്ട് ലെവലിൽ ഒരു വസ്തുവിന് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി നമ്മൾ സാധാരണയായിട്ട് സീറോ ആയിട്ടാണ് എടുക്കാറ്. പക്ഷെ നിർബന്ധമില്ല കേട്ടോ അങ്ങനെ എടുക്കണമെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഇതാ ഇവിടെ ടേബിൾ ഉണ്ട് ചോദിച്ചു. ഓക്കെ, ഈ നമുക്ക് ടേബിളിന് നമുക്ക് എന്താക്കാം റെഫറൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടേബിളിലത് 0 ആയിട്ട് എടുക്കണം. ഇനി ഇവിടുന്ന് മേലോട്ട് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി അളക്കണം. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ നോർമലി സാധാരണയായിട്ട് നമ്മൾ എന്താണ് ഗ്രൗണ്ട് ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഗ്രൗണ്ടിലത്തെ സീറോ പിന്നെ മുകളിലോട്ട് പൊട്ടൻഷ്യൽ എനർജി മാറുന്നു. അങ്ങനെ ആണ് എടുക്കാറ്. അതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് റിലേറ്റീവ് ടു എ റെഫറൻസ് ലെവൽ. ഒരു റെഫറൻസിനോട് നമുക്ക് ലെവൽ ഉപയോഗിക്കണം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എന്താണ് ബാക്കിയുള്ള പൊട്ടൻഷ്യൽ എനർജി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ബൈ കൺസിഡറിംഗ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി അറ്റ് റെഫറൻസ് ലെവൽ ആസ് സീറോ. ആ റെഫറൻസ് ലെവൽ എന്താണോ എടുക്കുന്നത്, അത് ഫ്ലോർ ആണെങ്കിൽ അത് തറയാണെങ്കിൽ അവിടുത്തെ സീറോ ആയിട്ട് എടുക്കണം. എന്നിട്ട് അവിടുന്ന് മേലോട്ട് നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, എച്ച് ഹൈറ്റിൽ എത്രയാണെന്ന് മെഷർ ചെയ്യാം. എന്നാണ് പറഞ്ഞത്. ബൈ കൺസിഡറിംഗ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി അറ്റ് ദ റെഫറൻസ് ലെവൽ ആസ് സീറോ ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഈച്ച് പൊസിഷൻ ഈസ് കാൽക്കുലേറ്റഡ്. നമ്മൾ ഏത് റെഫറൻസ് ആണോ എടുക്കുന്നത് അവിടുത്തത് 0 എടുത്തിട്ട് അവിടുന്ന് മുകളിലേക്കുള്ള പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് മുകളിലോട്ട് എച്ച് മീറ്റർ ഉയരത്തിൽ എം ജി എച്ച്. ഓക്കെ, മനസ്സിലായല്ലോ. നിങ്ങൾ ഇത്ര മനസ്സിലാക്കുന്ന തൽക്കാലം. എന്താണ് ബാക്കി മനസ്സിലാക്കാനുള്ളത്? ദ ഗ്രൗണ്ട് ലെവൽ ഈസ് ടേക്കൻ ആസ് ദ റെഫറൻസ് വൈൽ മെഷറിംഗ് ഹൈറ്റ്. സാധാരണയായിട്ട് ഹൈറ്റ് മെഷർ ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ഈസ് യൂഷ്വലി സാധാരണയായിട്ട് അസ്യൂംഡ് ആസ് സീറോ എന്ന് പറയുന്നു. ഓക്കെ, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി വെൻ ദ ബോഡി ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 8 മീറ്റർ. ഓക്കെ, ഈ ഒബ്ജക്റ്റ് 50 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിന് 8 മീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്നാണ് ചോദ്യം. എന്ത് പറയാം? മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് 50 കിലോഗ്രാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറിയാം, ജി ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ദ ബോഡി അതായത് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഹൈറ്റ് തന്നെയല്ലേ, 8 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി ഈസി ആയിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ. എം ജി എച്ച്, എം എത്ര 50 മൾട്ടിപ്ലൈഡ് ബൈ 9.8 മൾട്ടിപ്ലൈഡ് ബൈ 8 അല്ലെ. അല്ലെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ആദ്യം 50 ടൈംസ് 9.8 എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതൊക്കെ സിമ്പിൾ ആയ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നോക്കിക്കോ, 50 ടൈംസ് 9.8. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കൊടുത്തോണ്ട് ഇവിടെ സാധാരണയായിട്ട് 50 ഗുണിക്കണം 98 ചെയ്യുന്ന നമുക്ക് ചെയ്താൽ മതി. പോയിന്റ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. കണ്ടോ, ഇവിടെ ഒരു പോയിന്റ് വരും, നമുക്ക് ലാസ്റ്റ് പറയാം. ഇത് എത്രയാണ്? 8 ടൈംസ് 0 എന്നാൽ 0 ആണ്. 8 ടൈംസ് 5 പറഞ്ഞാലോ 40. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി 9 ടൈംസ് 0, 9 മൾട്ടിപ്ലൈഡ് ബൈ 0 എന്നാൽ എത്രയാണ്? 0. 9 മൾട്ടിപ്ലൈഡ് ബൈ 5 45. ഇനി 0 അടിയിലെടുത്ത് എഴുതി. ഈ 0 പ്ലസ് 0 എന്നാൽ 0. ഈ 4 പ്ലസ് 5 എന്നാൽ 9 ആയി. ഇനി 4. ഇവിടെ കണ്ടോ, നമ്മൾ തുടക്കത്തിൽ ഗുണിക്കാൻ എടുത്തപ്പോൾ ഒരു സംഖ്യ കഴിഞ്ഞ് ഇവിടെ പോയിന്റ് ഉണ്ടായി അല്ലേ. അതുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസറിൽ ഒരു സംഖ്യ കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പൊ എത്രയാണ്? 490.0. അപ്പൊ എത്ര? 490. അപ്പൊ ഇത്ര നമുക്ക് ഉത്തരം കിട്ടി. എത്ര? 490 കിട്ടി. ഇനി മൾട്ടിപ്ലൈഡ് ബൈ 8, ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 490 മൾട്ടിപ്ലൈഡ് ബൈ 8. 8 ടൈംസ് 0 എന്നാൽ 0. 8 ടൈംസ് 9 72 അല്ലേ. അപ്പൊ ഇവിടെ എക്സ്ട്രാ 7 ഉണ്ട്. ഓക്കെ, പിന്നെ 8 ടൈംസ് 4 എന്നാൽ 32 പ്ലസ് ഈ 7 എന്നാൽ 39. ഓക്കെ, അപ്പൊ അത്ര 3920 ജൂൾ എന്നതാണ് ഉത്തരം. ഇനി കൈനറ്റിക് എനർജിയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്.
Haven't you seen huge trees falling, roofs of buildings being blown off during cyclonic storms and collapsing of buildings due to landslides? അതായത് എന്താണ് സൈക്ലോണിക് സ്റ്റോംസ്, ചുഴലിക്കാറ്റൊക്കെ വരുമ്പോൾ, കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ എന്താണ് ട്രീസ്, വലിയ വലിയ മരങ്ങൾ കടപുഴകി വീഴുന്നതും, റൂഫ്സ് അതായത് എന്താണ് ഹൗസിന്റെ ഒക്കെ അല്ലെങ്കിൽ ബിൽഡിങ്സിന്റെ ഒക്കെ റൂഫ്സ്, മേൽക്കൂരകൾ പൊളിഞ്ഞു വീഴുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പാറുന്നതൊക്കെ. അപ്പൊ എന്താണ് ഈ സൈക്ലോൺസ്, ഈ മൂവ് ചെയ്യുന്ന ഈ കാറ്റ് അല്ലെ, ഈ കാറ്റിന് എന്താണ് ഒരു എനർജി ഉണ്ട്. അതേപോലെ കൊളാപ്സിംഗ് ഓഫ് ബിൽഡിങ്സ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ്സ്, ഒലിച്ചു വരുന്ന മണ്ണ് കാരണം എന്താണ് ബിൽഡിങ്സ് ഒക്കെ തകരാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്ക് ഒരു പ്രത്യേക എനർജി ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇത് കൈനറ്റിക് എനർജി പറയുന്നത്. ഈസ് ഇറ്റ് നോട്ട് ബിക്കോസ് ഓഫ് ദെയർ മോഷൻ, അവയുടെ ആ മോഷൻ കാരണമല്ലേ ഈ വിൻഡിനും എന്താണ് കാറ്റിനും വാട്ടറിനും അതായത് വെള്ളത്തിനും വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി, കഴിവ് കിട്ടുന്നതാണ് ചോദിച്ചു. അപ്പൊ അതാണ് കൈനറ്റിക് എനർജി പറഞ്ഞാൽ എന്താണ്, കൈനറ്റിക് എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ, അവയുടെ മോഷൻ കാരണം കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെ ഘടകങ്ങളാണ് കൈനറ്റിക് എനർജിയെ സ്വാധീനിക്കുന്നത്? നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. Roll down a cylindrical tin on an inclined surface so that it hits a rectangular block as shown in figure 6.8. Okay, ഈ figure നോക്കുക. Observe the distance traveled by the rectangular block. അതായത് ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഈ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ടിന്നിനെ നമ്മൾ വിടുകയാണെങ്കിൽ ഇതെന്തായി മുന്നോട്ട് ഉരുണ്ട് വന്നിട്ട് റെക്ടാങ്കുലർ ബ്ലോക്കിൽ ഇടിക്കുന്നു. ഈ ബ്ലോക്ക് ഒരല്പം മുന്നോട്ട് നീങ്ങുന്നു. ഒബ്സർവ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ റെക്ടാങ്കുലർ ബ്ലോക്ക്, ഇത് എത്രമാത്രം മുന്നോട്ട് നീങ്ങിയെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, ആഫ്റ്റർ ഫില്ലിംഗ് ദ സെയിം ടിൻ വിത്ത് സോയിൽ റിപ്പീറ്റ് ദ ആക്ടിവിറ്റി. എന്താണ്, ഈ ടിന്നിൽ കുറച്ച് സോയിൽ ഫില്ല് ചെയ്തു, എന്താണ് ഇതിലേക്ക് കുറച്ച് മണ്ണ് എക്സ്ട്രാ നിറച്ചിട്ട് ഇതിന്റെ മാസ് കൂട്ടി, എന്നിട്ട് റിപ്പീറ്റ് ദ ആക്ടിവിറ്റി, ഈ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യണം വിത്ത് ദ റെക്ടാങ്കുലർ ബ്ലോക്ക് ഇൻ ദ ഒറിജിനൽ പ്ലേസ്. ഓക്കെ, എന്നിട്ട് ഇതേപോലെ റെക്ടാങ്കുലർ ബോക്സിനെ ഇവിടെ തന്നെ വെച്ചു. ഓക്കെ, ഇവിടെ തന്നെ വെച്ചു. എന്നിട്ട് ഇതിന് മാസ് കൂട്ടി, അതായത് കുറച്ച് സോയിൽ നിറച്ചു. എന്നിട്ട് വീണ്ടും ഇവിടുന്ന് വിട്ടു, ഇത് വന്നിട്ട് ഇതിനടിച്ചു. അപ്പൊ എന്തായി, റെക്ടാങ്കുലർ ബ്ലോക്ക് കുറച്ചുകൂടി മുന്നോട്ട് അധികം പോകുന്നതായിട്ട് കാണാം. അപ്പൊ എന്താണ്, ഇവിടെ മാസ്, ടിന്നിന്റെ മാസ് കൂടുമ്പോൾ ഇതിന് കൂടുതൽ എനർജി ലഭിച്ചു താഴോട്ട് വരുമ്പോൾ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇത് റെക്ടാങ്കുലർ ബ്ലോക്ക് ഡിസ്പ്ലേസ് ആയി. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിൽ ദ റെക്ടാങ്കുലർ ബ്ലോക്ക് മൂവ് ഫർദർ, അല്ലെ, അതായത് കൂടുതലായിട്ട് റെക്ടാങ്കുലർ ബ്ലോക്ക് ചലിക്കുന്നു. ഓക്കെ, വാട്ട് കുഡ് ബി ദ റീസൺ, അതിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ മാസ് ദാറ്റ് ദ റെക്ടാങ്കുലർ ബോക്സ് മൂവ്ഡ് ഫർദർ, അല്ലെ, എന്താണ് അതിന്റെ ഇൻക്രീസ് ഇൻ മാസ്, ആ ടിന്നിന്റെ മാസ് കൂടി, അതുകൊണ്ട് റെക്ടാങ്കുലർ ബോക്സ് കൂടുതലായിട്ട് മുന്നോട്ട് മൂവ് ചെയ്തു. അങ്ങനെ എന്താണ്, നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് കൈനറ്റിക് എനർജി ഇൻക്രീസസ്, ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനാണ് കൈനറ്റിക് എനർജി ഉള്ളത് പറഞ്ഞു. അപ്പൊ ആ കൈനറ്റിക് എനർജി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മാസ് പറയാം, അല്ലെ, മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. മാസ് കൂടിയ ടിന്ന് വന്നടിക്കുമ്പോൾ കുറച്ചും കൂടെ അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, അതുകൊണ്ട് റെക്ടാങ്കുലർ ബോക്സ് കുറച്ചുകൂടി അധികം മുന്നോട്ട് പോയി. ഈസ് ദർ എനി അതർ ഫാക്ടർ ദാറ്റ് അഫക്ട്സ് കൈനറ്റിക് എനർജി, അങ്ങനെയാണെങ്കിൽ ഒന്ന് മാസ്, ഇനി കൈനറ്റിക് എനർജി അഫക്ട് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ, ഘടകം ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലെറ്റ്സ് റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് ബൈ ഇൻക്രീസിംഗ് ദ സ്പീഡ് ഓഫ് ദ ടിൻ. ആ ടിന്നില്ലേ, ആ ടിന്ന് വന്നടിക്കുന്ന സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്ത് കഴിച്ചു. ഓക്കെ, അതിനായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് ബൈ റോളിംഗ് ഡൗൺ ദ സെയിം ടിൻ ഫിൽഡ് വിത്ത് സോയിൽ ഫ്രം എ ഗ്രേറ്റർ ഹൈറ്റ്. എന്താണ്, ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യണം ബൈ റോളിംഗ് ഡൗൺ ദ സെയിം ടിൻ, അതേ ടിന്നാണ്, ഫിൽഡ് വിത്ത് സോയിൽ ആണ്, ഫ്രം എ ഗ്രേറ്റർ ഹൈറ്റ്, കുറച്ചും കൂടെ ഉയരത്തുനിന്ന് അതിനെ വിടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ടിന്നിനെ കുറച്ചും കൂടി ഉയരത്തുനിന്നാണ് വിടുന്ന ചോദിച്ചു. ഓക്കെ, കുറച്ചും കൂടി, ഇത്ര ഉയരമല്ല, കുറച്ചും കൂടി ഹൈറ്റ് നിന്നാണ് ഇതിനെ ഇളക്കുന്ന ചോദിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ സർഫസ് ഉണ്ട്, അങ്ങനെയാണ് ഇതെന്താ താഴോട്ട് വരുമ്പോൾ ഇതിന്റെ സ്പീഡ് കൂടും, അല്ലെ, സ്പീഡ് കൂടിച്ച് ഇതിന് വന്നിടിച്ചു. അപ്പൊ എന്തായി, ഈ റെക്ടാങ്കുലർ ബോക്സ് കുറച്ചും കൂടി അധികം മുന്നോട്ട് പോയി. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇതിന്റെ സ്പീഡ് കൂടുമ്പോൾ എന്താണ്, അത് കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നു പറയാം. അതാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഡു യു ഒബ്സർവ്, എന്താണ്, റെക്ടാങ്കുലർ ബോക്സ് മൂവ്സ് ഫർദർ, കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്നു.
ഹിയർ ദ റെക്ടാങ്കുലർ ബ്ലോക്ക് moved a longer distance due to the increase in velocity of the soil filled tin. അതിന്റെ ആ വെലോസിറ്റി കൂടി, ആ ടിന്ന് സ്പീഡിലാവുന്ന ഇടിച്ചത്. അതായത് അതിന്റെ വെലോസിറ്റി പറഞ്ഞാൽ പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയുടെ മലയാളം പ്രവേഗം എന്നാണ് കേട്ടോ. ആ പ്രവേഗം കൂടി, വെലോസിറ്റി കൂടി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ്? അതിന്റെ എനർജിയും കൂടി. അതുകൊണ്ട് ആ റെക്ടാങ്കുലർ ബോക്സ് കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങി. അപ്പൊ എന്തൊക്കെയാണ് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ the two factors that influence kinetic energy. എന്നാ ഉത്തരം? ഒന്ന് mass of the object, രണ്ട് velocity of the object. Okay, അങ്ങനെയാണെങ്കിൽ can kinetic energy be calculated? kinetic energy എന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. നമുക്കറിയാം വർക്ക് W is equal to Fs, അതായത് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് F is equal to ma ആണ്. m എന്ന് പറഞ്ഞാൽ മാസ്, a എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. മാസ് ഗുണിക്കണം ആക്സിലറേഷൻ ചെയ്താൽ, മാസ് ടൈംസ് ആക്സിലറേഷൻ ചെയ്താൽ ഫോഴ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ Fs എന്ന ഇക്വേഷനിൽ ഈ Fന് പകരം എനിക്ക് എന്തായി? ma എന്ന് എഴുതാം. ma മൾട്ടിപ്ലൈഡ് ബൈ s, s പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. ഇനി കണ്ടോ, നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ അറിയാലോ, പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഒരു ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞതാ? v square is equal to u square plus 2as എന്ന ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? v is equal to u plus at, s is equal to ut plus half at square, പിന്നെ മൂന്നാമതായിട്ട് പഠിച്ചിട്ടുണ്ട് v square is equal to u square plus 2as. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിലുള്ള ആ ഒരു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u അല്ലേ, ഇനിഷ്യൽ വെലോസിറ്റി, അത് 0 ആണെന്ന് വിചാരിച്ചു. ഇത് 0 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, എന്താണ് ഒരു വസ്തു ഇവിടുന്ന് പുറപ്പെടുന്നു, തുടക്കത്തിൽ 0 ആയിരുന്നു, പിന്നെ സ്പീഡ് കൂടി, പിന്നെ എന്തായാലും v എന്ന വെലോസിറ്റിയിലേക്ക് എത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 0 ആയിട്ട് എടുത്താൽ u സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതും 0 അല്ലേ. അപ്പൊ എന്ത് കിട്ടും? v സ്ക്വയർ ഫൈനൽ വെലോസിറ്റിയുടെ സ്ക്വയർ എന്നാൽ 2as എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ v സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിൽ ഈ as നെ മാത്രം ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ 2നെ ഇപ്പുറത്തേക്ക് വിട്ടാൽ ഇവിടെ ഡിവൈഡഡ് ബൈ 2 എന്നാവും അല്ലെ, അടിയിൽ പോകും. എന്നാൽ v സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു as എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിട്ടില്ല. v സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു as, അല്ലെങ്കിൽ as ഈസ് ഈക്വൽ ടു v സ്ക്വയർ ബൈ 2. ഇനി കണ്ടോ, ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിൽ ഇവിടെ കണ്ട ഇക്വേഷനിൽ ഒരു as ഉണ്ട്. ഇവിടെ ഒരു as ഇല്ലേ. ഈ asന് പകരം എനിക്ക് എന്ത് എഴുതാം? m മൾട്ടിപ്ലൈ ബൈ as ഉണ്ട്. ഈ asന് പകരം എനിക്ക് എന്ത് എഴുതാം? asന് പകരം ഇത് കൊടുക്കാം, v സ്ക്വയർ ബൈ 2 കൊടുക്കാം. അപ്പൊ എന്തായി? m മൾട്ടിപ്ലൈഡ് ബൈ v സ്ക്വയർ ബൈ 2 എന്ന് വരും. ഈ 2നെ മുന്നോട്ട് എഴുതാൻ എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ 2 mv സ്ക്വയർ, അല്ലെങ്കിൽ ഹാഫ് mv സ്ക്വയർ എന്ന് പറയാം. എന്താണ്? w ഹാഫ് mv സ്ക്വയർ എന്ന് പറയാം. അപ്പൊ ഇതാണല്ലോ ഇതിന്റെ കൈനറ്റിക് എനർജി പറയുന്നത് അല്ലെ. ഓക്കെ, ഈ വർക്കാണ് എന്ത് ഇതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ്? ഈ k എന്ന ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv സ്ക്വയർ എന്ന് പറയാം അല്ലെ. ഓക്കെ, ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് എക്സ്പ്രഷൻ പഠിക്കുക. kinetic energy എന്ന് പറഞ്ഞാൽ ഹാഫ് mv സ്ക്വയർ. If m is the mass in kilogram and v is the velocity in unit എന്താണ്? meter per second, then Ek represents the kinetic energy in joule. joule എന്ന യൂണിറ്റുള്ള kinetic energy ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ടേബിൾ ഇത് കണ്ടോളൂ, ഒരു ഫ്ലോ ചാർട്ട്. മെക്കാനിക്കൽ എനർജി 2 ടൈപ്പ് ഉണ്ട് പറഞ്ഞു. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, kinetic എനർജി ഉണ്ട്. kinetic എനർജി കാണേണ്ട ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി വീണ്ടും 2 തരം ഉണ്ട് പറഞ്ഞു. എന്താണ്? ഡ്യൂ ടു പൊസിഷൻ, അതിന്റെ സ്ഥാനം കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയും അതിന്റെ സവിശേഷമായ ഒരു കോൺഫിഗറേഷൻ, യുണീക് കോൺഫിഗറേഷൻ കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി. അതിൽ പൊസിഷൻ കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചത് mgh. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാലോ. എങ്ങനെയാണ്? ഇവിടെ മാസ്, വിവിധ വസ്തുക്കൾ മാസ് തന്നിട്ടുണ്ട്, പിന്നെ അവയുടെ വെലോസിറ്റി തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ അറിയാം. Ek is equal to half mv സ്ക്വയർ. യൂണിറ്റ് എന്താണ്? ജൂൾ എന്ന യൂണിറ്റ്. ഓക്കെ, ബ്രാക്കറ്റ് കൊടുക്കാം. ജൂൾ എന്ന യൂണിറ്റ് ഒരു ബ്രാക്കറ്റ് കൊടുത്താണ് കേട്ടോ. ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഓക്കെ, ജൂൾ എന്ന യൂണിറ്റ്. ഒന്നാമത്തെ നോക്കാം. മാസ് എന്താണ്? 10 ആണ് കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റി 2 ആണെന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് mv സ്ക്വയറിൽ മാസ് 10 ആയിട്ട് കിട്ടി. അപ്പൊ ഹാഫ് മൾട്ടിപ്ലൈ ബൈ 10. പിന്നെ എന്താണ്? വെലോസിറ്റി സ്ക്വയർ v സ്ക്വയർ. അപ്പൊ ഇവിടെ വെലോസിറ്റി എത്ര തന്നിട്ടില്ലേ? 2. അങ്ങനെയാണെങ്കിൽ 2 സ്ക്വയർ എത്രയാണ്? 4 അല്ലേ. 2 മൾട്ടിപ്ലൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പൊ ഹാഫ് മൾട്ടിപ്ലൈ ബൈ 10 മൾട്ടിപ്ലൈ ബൈ 4 എന്ന് പറഞ്ഞാൽ അല്ലെ 10 മൾട്ടിപ്ലൈ ബൈ 4 എന്താണ്? 40. വീണ്ടും അതിന്റെ ഹാഫ് എടുക്കണം എന്നല്ല പറഞ്ഞു.
അപ്പൊ എത്രയായി? 40യുടെ ഹാഫ് എന്നാൽ 20. ഇതേപോലെ ബാക്കിയും ചെയ്യാം. ഇവിടെ നിന്ന് ഹാഫ് എം എത്രയാണ്? 5 വന്നിട്ടുണ്ട്. വെലോസിറ്റി 2, അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്താൽ 2 സ്ക്വയർ 4. അപ്പൊ 5 into 4 എത്രയാണ്? 5 times 4 എത്രയാണ്? 20 divided by 2 ആണ് 10 അല്ലെ? ഇവിടെ മൂന്നാമത്തെ കേസിലോ ഹാഫ് മൾട്ടിപ്ലൈഡ് ബൈ 10 ആണ്. പിന്നെ മൂന്നാമത് 4ന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ 16 കിട്ടും അല്ലെ? അങ്ങനെ ഇത് ചെയ്താൽ എത്രയാണ്? 10 ഗുണിക്കണം 16 160. 160ന്റെ പകുതി ഡിവൈഡ് ബൈ 2 എന്നല്ലേ? അപ്പൊ എത്രയാണ്? 80. ലാസ്റ്റോ ഹാഫ് ടൈംസ് 10 ടൈംസ് 1. 1ന്റെ സ്ക്വയർ എത്രയാണ്? അതും 1 തന്നെയാണല്ലോ. അപ്പൊ എത്രയാണ്? 10ന്റെ പകുതി 5 ജൂൾ. ഇതാണ് ഉത്തരം. കുറച്ച് ചോദ്യമുണ്ട്. റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് ഇൻ കൈനറ്റിക് എനർജി ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറഞ്ഞിരിക്കുന്ന കേസസിൽ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ? ഒന്ന് പറഞ്ഞത് മാസ് ഡബിൾ ആയാൽ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? പിന്നെയോ വെലോസിറ്റി ട്രിപ്പിൾഡ് ആയാൽ 3 മടങ്ങായാൽ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? പിന്നെയോ വെലോസിറ്റി ഹാഫ്ഡ് ആയാൽ, വെലോസിറ്റി പകുതി ആയാൽ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, ഹാഫ് mv² ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ വെലോസിറ്റി മാസ് മാറുന്ന കേസാണ് പറഞ്ഞിട്ടല്ലേ? മാസ് ഡബിൾ ആയാൽ എന്താവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. മാസ് ഡബിൾ ആവുന്നതിന് മുമ്പ് ഈ K1 ഫസ്റ്റത്തെ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഹാഫ് mv². അപ്പൊ ഇതില് മാസ് മാറുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആദ്യത്തെ മാസ് m1 ആയിട്ട് എടുക്കാം, രണ്ടാമത് m2 ആയിട്ട് എടുക്കാം. അപ്പൊ ഹാഫ് m1v². ഈ K2 രണ്ടാമത്തെ കൈനറ്റിക് എനർജി ആണ്. ഈ K2 രണ്ടാമത്തെ ഹാഫ് m1 m2 അല്ലേ? ഇപ്പൊ മാസ് മാറിയല്ലോ. അപ്പൊ രണ്ടാമത്തെ മാസ് m2 എടുക്കുക. v തന്നെയാണ്, വെലോസിറ്റി മാറുന്നു പറഞ്ഞിട്ടില്ലല്ലോ. ഹാഫ് m2v². ഈ m2 എന്ന് പറഞ്ഞാല് ഡബിൾഡ്, അതായത് ഒന്നാമത്തെ മാസിന്റെ ഇരട്ടിയാന്ന് പറഞ്ഞിട്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ m2 നമുക്ക് എന്ത് എഴുതാം? 2m1 എഴുതാം. ഒന്നാമത്തെ മാസിന്റെ ഇരട്ടി 2m1 എഴുതാം. ഓക്കെ, അപ്പൊ ഹാഫ് മൾട്ടിപ്ലൈ ബൈ 2m1 മൾട്ടിപ്ലൈ ബൈ v². ഈ 2വിനെ മുമ്പിലോട്ട് എഴുതി അയച്ചു. അപ്പൊ എന്തായി? 2 മൾട്ടിപ്ലൈഡ് ബൈ ബാക്കി എന്താണല്ലോ? ഹാഫ് mv². ഈ ഹാഫ് m1v². ഈ ഹാഫ് m1v² എന്നാൽ എന്ത് തന്നെയാണ്? ഉണ്ടോ? ഇവിടെ ഇല്ലേ അത് എന്ത് തന്നെയാണ്? ഈ K1 ആണ്, ഫസ്റ്റത്തെ കൈനറ്റിക് എനർജിയാണ്. അപ്പൊ ഇതിന് പകരം എനിക്ക് ഇവിടെ ഈ K1 എഴുതാം. അപ്പൊ 2 ഈ K1. അപ്പൊ എന്താ ഉത്തരം? ഈ K2 എന്ന് പറഞ്ഞാൽ 2 ഈ K1 ആണ്. അപ്പൊ എന്തായി? മാസ് ഡബിൾ ആയപ്പോ ഇതും, അതായത് രണ്ടാമത്തെ ഈ കൈനറ്റിക് എനർജിയും ഡബിൾ ആയി. അതാണ് ഉത്തരം. പിന്നെയോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ വെലോസിറ്റി മാറുന്നതെന്ന് പറഞ്ഞില്ലേ? വെലോസിറ്റി ട്രിപ്പിൾഡ് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഈ K1 എന്ന് പറഞ്ഞാൽ ഹാഫ് mv² എന്നതിൽ വെലോസിറ്റി മാറുന്നുണ്ടല്ലോ. അപ്പൊ ഹാഫ് mv1² എന്ന് കൊടുക്കുക, ആദ്യത്തെ വെലോസിറ്റി v1². രണ്ടാമത്തെ ഈ K2 എന്ന് പറഞ്ഞാൽ ഹാഫ് mv2² എന്ന് കൊടുക്കുക, വെലോസിറ്റി മാറുന്നത്. ഈ v2 പറഞ്ഞാൽ ട്രിപ്പിൾഡ് അല്ലേ പറഞ്ഞത്? അപ്പൊ v1ന്റെ ട്രിപ്പിൾ, 3 ഇരട്ടി. അതുകൊണ്ട് ഈ v2 നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 3v1 എഴുതാം, അതിന്റെ സ്ക്വയർ. ഇപ്പൊ 3v1² എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റ് പോയാൽ 3² v1² എന്നാണ്. ഈ 3ക്കും ഈ 2 കൊടുക്കണം, v1നും ഈ 2 കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ 3² മൾട്ടിപ്ലൈഡ് ബൈ v1² എന്ന് ഇതിനെ എഴുതിയതാണ്. അങ്ങനെയാണെങ്കിൽ 3² മുന്നോട്ട് എഴുതാൻ, 3² മുന്നോട്ട് എഴുതിയിട്ട് ബാക്കിയുള്ള ഒന്നിച്ച് എഴുതാം. ഓക്കെ, ഈ 3² എന്നാൽ 9 ആണ്. ഈ ബാക്കിയുള്ള എന്ത് തന്നെയാണ്? ഈ K1 തന്നെയല്ലേ? നോക്കി അല്ലെ, അത് തന്നെ എഴുത്. അപ്പൊ 9 ഈ K1 എഴുതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി ട്രിപ്പിൾഡ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇൻക്രീസസ് ബൈ 9 ടൈംസ് എഴുതാം. അതായത് 9 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു കൈനറ്റിക് എനർജി, ഇത് ട്രിപ്പിൾഡ് ആയപ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഈ വെലോസിറ്റി v1 ആദ്യം കൊടുത്തു, രണ്ടാമത്തെ കൈനറ്റിക് എനർജി കാണുമ്പോൾ വെലോസിറ്റി v2 കൊടുത്തു. കാരണം വെലോസിറ്റി മാറുന്നുണ്ടല്ലോ. ഈ v2 എന്ന് പറഞ്ഞാൽ v1ന്റെ പകുതിയാന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് v1/2 എഴുതാം. v1/2 എഴുതാം. ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലേ? ഇത് രണ്ടിനും കൊടുക്കാം, v1നും കൊടുക്കാം, അടിയിലുള്ള രണ്ടിനും കൊടുക്കാം. അതാണ് ഇവിടെ എഴുതിയത്, v1² ഡിവൈഡ് ബൈ 2². എന്നിട്ട് നമുക്ക് ഈ ഡിവൈഡ് ബൈ 2² എന്നതിന് മുമ്പിൽ എഴുതാലോ. അതാണ് ഇവിടെ മുമ്പിൽ എഴുതി, കണ്ടോ? ഡിവൈഡ് ബൈ 2² മുമ്പിൽ എഴുതി, 1/2² മുമ്പിൽ എഴുതി. ഇത് ബാക്കി കണ്ടോ? ഹാഫ് mv1². ഈ 1/2² എന്ന് 1/4, 2² 4 അല്ലേ? 1/4 മൾട്ടിപ്ലൈ ബൈ ഹാഫ് mv1². അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് പറയാം? 1/4 ഈ ഹാഫ് mv1² എന്നതിന് ഈ K1 എന്നായിട്ട് എഴുതാം. ഈ K2 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 ഈ K1 അല്ലേ? എന്ത് പറയാം? കൈനറ്റിക് എനർജി റെഡ്യൂസസ്
4 ടൈംസ് എന്ന് പറയാം, റെഡ്യൂസ് ബൈ 4 ടൈംസ് പറയാം, അതായത് ചുരുങ്ങുന്നു, 4 ചുരുങ്ങുന്നു എന്ന്. അടുത്ത ചോദ്യം എന്താണ്? A motorcyclist is traveling in a straight line at a speed of 10 meters per second. The combined mass of the motorcycle and the passenger is 300 kilogram. What is the kinetic energy of the motorcycle and the passenger? അവരുടെ kinetic energy എന്താണ്? അപ്പൊ kinetic energy ഹാഫ് mv സ്ക്വയർ അല്ലേ, അപ്പൊ ഹാഫ് മൾട്ടിപ്ലൈഡ് ബൈ m എന്താണ്? m 300 ആണ്, 300 മൾട്ടിപ്ലൈഡ് ബൈ വി സ്ക്വയർ അല്ലേ, വി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, അപ്പൊ അതിന്റെ സ്ക്വയർ 10 സ്ക്വയർ എത്രയാണ്? 100 അല്ലേ, 10 മൾട്ടിപ്ലൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 100. അങ്ങനെയാണ് ഇത് സിമ്പിൾ ആയിട്ട് എഴുതാലോ നമുക്ക്. 2 എത്ര 2 ഉണ്ട്? ഒരു 2. 300 എത്ര 2 ഉണ്ട്? 150 2s ഉണ്ട് അല്ലെ, അതായത് 300 150 രണ്ടുകളുണ്ട്. ഓക്കെ, അപ്പൊ എന്തായി? 150 എഴുതിയിട്ട് പിന്നെ എക്സ്ട്രാ ഒരു എക്സ്ട്രാ 2 0 കൂടി എഴുതണം. ഓക്കെ, 2 0. അപ്പൊ അത്ര 3 0 ഉണ്ട് കേട്ടോ, സോറി. ഓക്കെ, 3 0 അല്ലെ, 150ക്ക് ഇത്രയായി, നെക്സ്റ്റ് 2 0 കൂടെ അല്ലേ എഴുതാനുണ്ട്. ഓക്കെ, ഇത്രയും ഉണ്ട് കേട്ടോ, സോറി. അപ്പൊ അത്ര 15,000 യൂണിറ്റ് എന്താണ്? ജൂൾ. 15,000 ജൂൾ. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഇഫ് ദ സ്പീഡ് ഈസ് ഡബിൾഡ് എന്ന് പറഞ്ഞു. സ്പീഡ് എന്തായി? ഡബിൾ ആയി. അപ്പൊ 10ന് പകരം എന്താവും? വി എന്ത് കൊടുക്കണം? 10ന് പകരം 20 കൊടുക്കണം അല്ലെ, വി ഈക്വൽ ടു 20 കൊടുക്കണം, വി ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് കൊടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ എന്ത് കൊടുക്കണം? വി സ്ക്വയർ പറഞ്ഞാൽ 20 സ്ക്വയർ അല്ലെ, 20 മൾട്ടിപ്ലൈഡ് ബൈ 20 എത്രയാണ്? 400. ഓക്കെ, 400. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാഫ് എം വി സ്ക്വയർ ചെയ്യാം. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നെ ചെയ്യാം നമുക്ക്. ഓക്കെ, ചെയ്തതുപോലെ ഹാഫ് എം വി സ്ക്വയർ ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ 2 എത്ര 2 ഉണ്ട്? 1. 400 എത്ര 2 ഉണ്ട്? 200. 2 0 0. ഇനി എന്താ ചെയ്യല്? 300 ഗുണിക്കണം 200. 3 ഗുണിക്കണം 2 പറഞ്ഞാൽ 6 ആണ്. പിന്നെ ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 2 0 ഉണ്ട്. അപ്പൊ ടോട്ടല് 4 0 അല്ലെ. 1 2 3 4 0 ജൂൾ. ഇപ്പൊ 60,000 ജൂൾ എന്നാ ഉത്തരം. 60,000 ജൂൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An athlete throws a shot of mass 6 kilogram, m കിട്ടി, 6 kilogram with a speed 12 meter per second, v കിട്ടി. ഇനി സിമ്പിൾ ആയിട്ട് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാലോ. വാട്ട് വിൽ ബി ദ കൈനറ്റിക് എനർജി? ഹാഫ് എം വി സ്ക്വയർ. അപ്പൊ ചെയ്ത് നോക്കിയാൽ ഹാഫ് മൾട്ടിപ്ലൈഡ് ബൈ 6 മൾട്ടിപ്ലൈഡ് ബൈ 12 സ്ക്വയർ പറഞ്ഞാൽ 12 സ്ക്വയർ 144. ഇത് ചെയ്ത് നോക്കാം. എന്താണ്? ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം. 6 ഇവിടെ 2 ഉണ്ട്, 2 എത്ര 2 1. 6 എത്ര 2കളുണ്ട്? 3. അപ്പൊ 3 ഗുണിക്കണം 144 ചെയ്താൽ നമുക്ക് കിട്ടും 432 ജൂൾ. ഇതിന് ഉത്തരം കേട്ടോ, 432 ജൂൾ. അടുത്ത ചോദ്യം. എ ബോൾ ഓഫ് മാസ് 0.5 കിലോഗ്രാം ഈസ് അറ്റ് സർട്ടൻ ഹൈറ്റ് അബവ് ദ ഗ്രൗണ്ട്. ഒരു നിശ്ചിത ഉയരത്തിൽ 0.5 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോൾ ഉണ്ട്. ചോദ്യം എ. ഇഫ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോൾ ഈസ് 98 ജൂൾ, ഹൗ ഹൈ വിൽ ദ ബോൾ ബി? അതായത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 98 ജൂൾ ആണെങ്കിൽ എത്ര ഉയരത്തിലാണ് ഈ ബോൾ ഉള്ളത്? ജി തന്നിട്ടുണ്ട് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്കിത് ചെയ്തു നോക്കാം. അതിന് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വാട്ട് വിൽ ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോൾ ജസ്റ്റ് ബിഫോർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട്? ആ ഹൈറ്റിൽ ബോൾ താഴോട്ട് വീണു, ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്യാനായപ്പോ ഈ ബോളിന്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് അലൗഡ് ടു ഫാൾ ഫ്രീലി, അതിനെ സ്വതന്ത്രമായിട്ട് വീഴാൻ അനുവദിച്ചാൽ ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട് അതിന്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ഇവിടെ നോക്കോളൂ. എം 0.5 കിലോഗ്രാം വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെയോ എ ക്വസ്റ്റ്യൻ ചെയ്യാം. എം 0.5 കിലോഗ്രാം. ഇ പി പൊട്ടൻഷ്യൽ എനർജി 98 ജൂൾ ആണ് തന്നിട്ടുണ്ട്.
ജി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് റിലേഷൻ അറിയാം, പൊട്ടൻഷ്യൽ എനർജി ഇ പി ഇസ് ഈക്വൽ ടു എം ജി എച്ച് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എച്ച് മാത്രം ഇവിടെ വെച്ചാൽ എനിക്കത് എച്ച് അല്ലേ അറിയേണ്ടത്, എം ജിയെ ഇ പിയുടെ അടിയിലിടാം. അപ്പൊ ഇ പി ഡിവൈഡ് ബൈ എം ജി ഇസ് ഈക്വൽ ടു എച്ച്, അല്ലെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു ഇ പി ഡിവൈഡ് ബൈ എം ജി. ഇ പി എത്രയാണ്? 98 ആണ്. എം എഫ് 0.5 മൾട്ടിപ്ലൈഡ് ബൈ ജി 9.8. ഈ 9.8നെ കളയാം, ഈ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഖ്യക്ക് ഇപ്പുറമല്ലേ പോയിന്റ് ഉള്ളത്, അപ്പൊ ഞാൻ ഒരു പൂജ്യമുള്ള സംഖ്യയായ 10നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 9.8 മൾട്ടിപ്ലൈ ബൈ 10 ചെയ്തു. എന്തിന്? എനിക്കിതിനെ ഈ പോയിന്റ് കളഞ്ഞിട്ട് 98 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ ഇവിടെ എഴുതി 98. ഓക്കെ, അപ്പൊ അടിയിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ മേലെയും ചെയ്യണം, അതുകൊണ്ട് മേലെയും മൾട്ടിപ്ലൈ ബൈ 10 എഴുതിയത്. ഓക്കെ, അപ്പൊ എന്താ മുകളിൽ 98 മൾട്ടിപ്ലൈഡ് ബൈ 10, അടിയിൽ 0.5 മൾട്ടിപ്ലൈ ബൈ ഇത് അങ്ങനെ എഴുതാം, 98 എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുകളിലും താഴെയും 98 വന്നു. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്താണുള്ളത്? 10 ഡിവൈഡഡ് ബൈ 0.5. ഇതിൽ 0.5 പോയിന്റ് കളയാൻ വേണ്ടി എന്തായി വീണ്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അടിയിൽ. അപ്പൊ മേലെയും ചെയ്യണം. മേലെ ചെയ്താൽ 100 കിട്ടും, അടിയിൽ 0.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടും. അപ്പൊ ഈ 100 ഡിവൈഡ് ബൈ 5 പറഞ്ഞാൽ എന്താണ്? 100 ഡിവൈഡ് ബൈ 5 പറഞ്ഞാൽ എന്താണ്? ഉത്തരം 20 ആണ്. 20 മീറ്റർ ആൻസർ. 20 മീറ്റർ ഉയരത്തിലാണ് എന്താണ് ആ ബോൾ ഉള്ളത്. ഓക്കെ, ആ ബോൾ 28 മീറ്റർ ഉയരത്തിലുണ്ട്. അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 98 ജൂൾ ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ, ബി പാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ബി പാർട്ട് ചെയ്ത് നോക്കാം. ഇ കെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ അറിയാം, ഹാഫ് എം വി സ്ക്വയർ ആണ്. എം 0.5 കിലോഗ്രാം ആണ് അല്ലെ, കിലോഗ്രാം. ഓക്കെ, കിലോഗ്രാം 0.5 കിലോഗ്രാം ആണ്. നമുക്ക് ഇതിന്റെ വെലോസിറ്റി അറിയണ്ടേ, അതായത് മേലെ നിന്ന് ബോൾ താഴോട്ട് വീഴുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട്, താഴെ എത്ര ഹൈറ്റിൽ നിന്ന് എച്ച് ഹൈറ്റിലാണ് ഇവിടുന്ന് താഴോട്ട് വീഴുമ്പോൾ ഈ താഴെ ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട് ഇതിന്റെ വെലോസിറ്റി എത്രയാണെന്ന് അറിയണം. എന്നിട്ട് വേണ്ടേ നമുക്ക് ഇവിടെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇക്വേഷൻ അറിയാം, ബി സ്ക്വയർ ഇസ് ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷൻ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആ മേലെ നിന്ന് വീഴാൻ തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി 0 ആണെന്ന് ചോദിച്ചോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ u 0 എന്ന് വെച്ചാൽ യു സ്ക്വയർ എന്ന് പറഞ്ഞാലും 0 ആണ്. ബാക്കി 2as, ഇതിൽ ഏതാണ് ആക്സലറേഷൻ അല്ലേ? ഇവിടെ എന്താണ് താഴോട്ട് ഫ്രീ ആയിട്ട് വീഴുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. അങ്ങനെയാണെങ്കിൽ 2 മൾട്ടിപ്ലൈഡ് ബൈ g എത്രയാണ്? 9.8 മൾട്ടിപ്ലൈഡ് ബൈ 20 ചെയ്ത് നോക്കാം. വി സ്ക്വയർ കിട്ടും കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ ഭാഗം ചെയ്ത് നോക്കാം. 9.8 മൾട്ടിപ്ലൈഡ് ബൈ 20 ചെയ്ത് നോക്കാം. എന്താ 98 മൾട്ടിപ്ലൈഡ് ബൈ 20 ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു വന്നാൽ മതി. അവസാനം ഇവിടെ ഒരു സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് കിട്ടും. അപ്പോൾ 196. അപ്പൊ ഇത് 196 വന്നു ഈ ചെയ്തത്. ഇതിന് മുമ്പിൽ എന്താണ് മൾട്ടിപ്ലൈ ബൈ 2 ഉണ്ട് അല്ലെ. 196 മൾട്ടിപ്ലൈ ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 392 കിട്ടും. എന്താണ്? വി സ്ക്വയർ. വി സ്ക്വയർ മാത്രമേ ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ, വി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? വി സ്ക്വയർ തന്നെയല്ലേ നമുക്ക് വേണ്ടത്. വി സ്ക്വയർ കിട്ടി. അപ്പൊ എന്താണ് ഇക്വേഷൻ കൊടുക്കുക? ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് മൾട്ടിപ്ലൈ ബൈ 0.5 മൾട്ടിപ്ലൈ ബൈ വി സ്ക്വയർ 392. ഇവിടെ ഹാഫ് കണ്ടോ, ഇവിടെ 392 കണ്ടോ. ഈ 1/2നെ ഈ 2നെ ഇവിടെ 392ന്റെ അടിയിലായിട്ട് എഴുതാറാണ്. ഇവിടെ എഴുതുന്നതിന് പകരം നമുക്ക് എന്താ ഇവിടെ എഴുതാം, 392 ഡിവൈഡ് ബൈ 2. ഇത് എത്രയാണ്? 392ന്റെ പകുതി പറഞ്ഞാൽ 196. 196 മൾട്ടിപ്ലൈ ബൈ 0.5 നിങ്ങൾ ചെയ്ത 196 ഡിവൈഡ് ബൈ 0.5. 196നെ 5 കൊണ്ട് ഗുണിക്കുന്ന കണക്ക് എഴുതിയാൽ മതി. അവസാനം ഈ ഒരു 0-ത്തിന് ഇപ്പുറം ഒരു പോയിന്റ് ഇടാം. എന്തേ ഇവിടെ 5ന് മുമ്പിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പൊ അത്ര 98 എന്ന ഉത്തരം കിട്ടും. അതായത് ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട്, ഇവിടെ തറയിൽ എത്താനാവുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി 98 ആയിരുന്നു, 98 ജൂളാണ്. ഇവിടെ മേലെ ആയിരിക്കുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 98 ആണ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മേലെ ചലിക്കാതിരിക്കുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 98, താഴെ എത്താനാവുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി 98. എന്ന് വെച്ചാൽ ഈ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. അതാ ഇവിടെ പറഞ്ഞില്ലേ, ഹാസ് ഇൻ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോൾ ചേഞ്ച്ഡ് ഇൻ ടു കൈനറ്റിക് എനർജി. മേലെ ഉണ്ടായ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി അല്ലേ താഴെ എത്താനാവുമ്പോൾ എത്തിയപ്പോൾ കൈനറ്റിക് എനർജി